പെരുമ്പാവൂരിൽ യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് മർദ്ദിച്ച സംഭവത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റിലായവർ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയുടെ വാരിയേഴ്സ് ആണ്. മന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ നടത്തിയ പരിപാടിയിൽ ഇവരും പങ്കെടുത്തിരുന്നു. ജോലി തേടിയെത്തിയ യുവാക്കളെ കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ചാണ് കോൺഗ്രസുകാർ മർദ്ദിച്ചത്. ഉമേഷ് നൽകും വിവരങ്ങൾ. ഉമേഷ്, തൂഫാൻ വാരിയർ എന്നതൊക്കെ ശരിയാണ്, പക്ഷേ മനുഷ്യരെ മർദ്ദിക്കാനൊക്കെ ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ഒരു തുഫാൻ വാരിയർ പട്ടം കിട്ടിയപ്പോൾ നിയമങ്ങളൊക്കെ അങ്ങ് കയ്യിലെടുക്കാം എന്നതാണോ ചിന്ത? കഞ്ചാവ് കടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണോ ഈ മനുഷ്യരെ ഇവർ കൂട്ടം കൂടി മർദ്ദിച്ചത്? മനു, ഇത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3 യുവാക്കൾ ഈ പെരുമ്പാവൂരിലെ കണ്ടന്ത സ്ഥലത്തെത്തുകയും അവിടെ ഒരു സോഡ കമ്പനിയിൽ ജോലി ഒഴിവുണ്ട് എന്നറിഞ്ഞ് കേട്ട് അവിടെ എത്തിയതാണ്. ഇവിടെ ഈ സ്ഥാപനത്തിന് മുൻപിലെത്തിയ ഇവരെ അപ്രതീക്ഷിതമായ ഒരു സംഘം ആളുകൾ വന്ന് തടയുകയാണ്. തടഞ്ഞ ഉടൻ തന്നെ ഒരു ബൈക്കിലാണ് യുവാക്കൾ എത്തിയത്. ആ ബൈക്കിൻ്റെ താക്കോൽ വലിച്ചൂരി അതിനുശേഷം ഈ സംഘത്തിലുള്ളവർ ഈ യുവാക്കളോട് പറയുകയാണ്, നിങ്ങൾ കഞ്ചാവ് വിൽപ്പനക്കാരല്ലേ എന്നാണ് ഒറ്റ ചോദ്യം. ഇതിനകത്ത് കഞ്ചാവ് ഇടപാട് നടത്താൻ വേണ്ടി വന്നവരല്ലേ എന്ന് അവർ മുൻവിധിയോടെ അവരെ സമീപിക്കുകയും അതിനുശേഷം ആ കമ്പനിയിലെ തന്നെ സൂപ്പർവൈസറുടെ മുറിയിൽ ഈ യുവാക്കളെ കയറ്റുകയായിരുന്നു. അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്കാണ് പിന്നീട് അവർക്ക് വിധേയരാകേണ്ടി വന്നത്. ഈ സംഘം ആളുകൾ കൂട്ടം കൂടിയുന്ന യുവാക്കളെ ആദ്യം അവരെ വിവസ്ത്രരാക്കിയതിനു ശേഷം ആ വസ്ത്രം തന്നെ കുനിഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ വസ്ത്രം എടുക്കാൻ വേണ്ടി കുനിഞ്ഞ സമയത്ത് ഇവരുടെ മുതുകിനിട്ട് അവർ ഇടിക്കുകയാണ്, കൈമുട്ടുകൊണ്ട് ഇടിക്കുന്നു. അതിനുശേഷം അവരെ മർദ്ദിച്ചതിന് ശേഷം ഈ ഇതര സംസ്ഥാനക്കാരനായ ഒരു തൊഴിലാളിയെ വിളിച്ചു വരുത്തി ഈ യുവാക്കളുടെ തല മുണ്ടനം ചെയ്യുന്നു. അതിനുശേഷം ആ വടിച്ചെടുത്ത മുടി ഇവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നു. അങ്ങനെ അതിക്രൂരമായ രീതിയിലാണ് യുവാക്കളെ ഈ സംഘം നേരിട്ടത്. ഈ സംഭവത്തെ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ പ്രതികൾ പിടിയിലായപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം വരുന്നത്. ഈ പിടിയിലായ മുഴുവൻ പേരും കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ്. ഇനി ആരുടെ നേതൃത്വത്തിലാണ് യുവാക്കളെ മർദ്ദിച്ചത് എന്ന് നോക്കാം. നിലവിൽ കോൺഗ്രസ് നേതാവും വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവുമായ ഷെരീഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം നടന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ ഷെരീഫിന് പുറമെ മറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായ മുഴുവൻ പേരും കണ്ടന്തറ സ്വദേശികളാണ്. സാജിത്ത്, ഒപ്പം മാഹിൻകുട്ടി, PV ഷമീർ, റഫീഖ്, KA അൻവർ, ഇവരൊക്കെയാണ് ഈ യുവാക്കളെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്നത്. ഇവർ ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ പ്രവർത്തകരാണ്. തൂഫാൻ വാരിയേഴ്സ് എന്ന പേരിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് ഈ ഷെരീഫും സാജിദും ഷമീറും റഫീഖും ഒക്കെ എന്നുള്ളതാണ്. ഈ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിലെത്തിയിരുന്നു. നമ്മളത് കണ്ടതാണ്. അവിടെ എത്തിയ ശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അത് ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വളരെ കാര്യക്ഷമമായി നടത്താൻ ജനകീയ ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. അത് നിയമം കയ്യിലെടുക്കാനുള്ള ഒരു ലൈസൻസായി ഈ കോൺഗ്രസ് പ്രവർത്തകർ കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി എന്ന പേരിൽ, അതിൻ്റെ വാരിയേഴ്സ് എന്ന പേരിലാണ് ഈ ഇവിടെ എത്തിയ ജോലിക്കെത്തിയ യുവാക്കളെ നാളെ ഈ സംസ്ഥാനത്തുള്ള തൂഫാൻ വാരിയേഴ്സ് എല്ലാം കൂടി ഇറങ്ങിയിട്ട് ഇതുപോലെ മനുഷ്യരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് മനു. അതാണ് ഞാൻ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞത്. ഇപ്പോൾ പിടിയിലായ ഈ ഷെരീഫ് എന്ന് പറയുന്നയാൾ ഇതിനു മുൻപ് അവിടുത്തെ മറ്റൊരു അതിഥി തൊഴിലാളിയെ ആക്രമിച്ച കേസിൽ 3 മാസം റിമാൻഡിൽ കഴിഞ്ഞയാളാണ്. ഷെരീഫ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ഷെരീഫ്. ഇയാളിത് സ്ഥിരം പരിപാടിയാണ് എന്നുള്ള മട്ടിലൊക്കെ ആക്ഷേപം ഉയർന്നു കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അവിടെ ജനകീയ പ്രതിരോധമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നിരപരാധികളായ യുവാക്കളെ തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യം ഒക്കെ പെരുമ്പാവൂരിൽ ഉണ്ടാവുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. ഈ 3 യുവാക്കൾക്ക് നേരിടേണ്ടി വന്ന അവസ്ഥ. അവരെല്ലാം 18ഉം 20ഉം വയസ്സ് പ്രായമൊക്കെയുള്ള കുട്ടികളായിട്ടുള്ളവരാണ്. അവരൊരു ജോലി അന്വേഷിച്ച് അവിടെ എത്തിയതാണ്. അവരെയാണ് ഇങ്ങനെ കഞ്ചാവ് വിൽപ്പനക്കാർ എന്ന് ആരോപിച്ചുകൊണ്ട് ഈ നിർദാക്ഷിണ്യം ഈ സംഘം ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഏതായാലും 6 പേരെയും പിടിയിലായിട്ടുള്ള ഒരു പ്രശ്നം, ഇവരെ ഇതുവരെ റിമാൻഡ് ചെയ്തിട്ടില്ല, കോടതിയിൽ ഹാജരാക്കാനായി പോലീസ് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണോ പോലീസ് എന്നുള്ള സംശയവും പല കോണിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇന്ന് കേരളത്തിൽ സംഭവിച്ചതാണോ എന്ന് ഞെട്ടൽ തോന്നുകയാണ്. ഈ പരസ്യമായി വിവസ്ത്രരാക്കുക, അതിനുശേഷം അവർ ഉടുത്തിരുന്ന വസ്ത്രം നിലത്തിട്ടിട്ട് അതെടുക്കാൻ പറയുമ്പോൾ അതെടുക്കാനായി കുനിയുമ്പോൾ അവരുടെ പുറത്ത് മർദ്ദിക്കുക,
ഇതൊക്കെ ഇവർ എവിടുന്ന് പഠിക്കുന്നതാണ്? ഇതൊക്കെ ഏത് കാടൻ ശൈലിയാണ്? എന്തൊരു മനസ്സാണ് ഇവർക്ക്? ഇവരെയൊക്കെയാണ് തൂഫാൻ വാരിയേഴ്സ് ആക്കിയിരിക്കുന്നത്. എനിക്ക് ഗംഭീരമായി ഞാൻ ഓർക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ കുറച്ച് തൂഫാൻ വാരിയേഴ്സ് എല്ലാം കൂടി കൊച്ചിയിൽ യോഗം ചേർന്ന് കുറെ ഗുണ്ടാ വാരിയേഴ്സ്, ഓർമ്മയില്ലേ ഉമേഷേ? അപ്പോൾ ഈ തൂഫാൻ വാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുസമൂഹത്തിൽ അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ? അതൊരു പ്രശ്നമാണ് മനു. കാരണം ഇങ്ങനെ ഒരു പ്രസ്ഥാനം ജനകീയ മായ രീതിയിൽ കൂടുതൽ ഈ തൂഫാൻ പദ്ധതി കാര്യക്ഷമമാക്കുന്നു, ജനങ്ങളുടെ ഇടപെടൽ ആവശ്യമാണ് എന്നൊക്കെ മന്ത്രി പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ഇവരൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ്. ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. അതിൽ പങ്കെടുത്ത തൂഫാൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ് അന്ന് അവിടെ വന്നവർ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരാളെ ഒരു ബാർ ഹോട്ടലിൽ ആക്രമണം നടത്തിയതാണ് അതിലൊരാളെ പിടിയിലാകുന്നത്. രണ്ടാമത്തെ ആൾ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിലാണ് രണ്ടാമത്തെ ആൾ പിടിയിലാവുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ യുവാക്കളെ പരസ്യമായി ആൾക്കൂട്ട വിചാരണ നടത്തുകയും അവരെ മുറിയിലടച്ച് വിവസ്ത്രരാക്കി തലമുണ്ടനം ചെയ്ത് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. ഇന്ന് അറിയാൻ കഴിഞ്ഞതനുസരിച്ച് ഇന്ന് വൈകിട്ട് വീണ്ടും പെരുമ്പാവൂരിലൊരു യോഗം പോലീസ് വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ സംഭവത്തിലെ തെറ്റിദ്ധാരണ നീക്കാൻ എന്ന പേരിലാണ് യോഗം വിളിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രസ്താവന ഏറ്റെടുത്ത് ഈ രീതിയിൽ അത് യുവാക്കളെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ മർദ്ദിക്കുന്നതിന് പ്രേരണയാകുന്ന തരത്തിലേക്കൊക്കെ പോയാലുണ്ടാകുന്ന പ്രത്യാഘാതം പോലീസ് തിരിച്ചറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ പിടിയിലായവരെ എന്താണ് പോലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അവരെ കോടതിയിൽ ഹാജരാക്കുമോ റിമാൻഡ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം മനു.